ബദാം ജ്യൂസ് കൊണ്ടുവാ. ഇടി ഒരു ബൂസ്റ്റ് എടുക്കാൻ പറഞ്ഞിട്ട് നേരത്രയായി. വീഴ്ച നിൽക്കാതെ പോയി ജ്യൂസ് കൊണ്ടുവാടി. ജ്യൂസ് എടുക്കും. ബൂസ്റ്റ് എടുക്കാതെ ജ്യൂസ് എടുത്താൽ വിവരം അറിയും. കളിക്കിട്ട് നീ പോടാ തൃണമേ. എന്ത് വിളിക്കേ? തൃണം. പുല്ലിന് ഇങ്ങനെ ഒരു വൃത്തിയിട്ട പേരുണ്ടോ? ഉണ്ട്. താനിട്ടതല്ലേ? അതെ, ഞാനിട്ടതാ. ഈ പുല്ലാണോ മരമാണോ പറഞ്ഞ അനുസരിക്കുന്ന ഇപ്പൊ അറിയാം. പോയി ജ്യൂസ് കൊണ്ടുവാടി. പോയി ബൂസ്റ്റ് കൊണ്ടുവാടി. എടീ, ഞാൻ പറഞ്ഞ അനുസരിക്കുന്നോ ഇയാള് പറഞ്ഞ അനുസരിക്കുന്നോ എനിക്ക് ഇപ്പൊ അറിയണം. എടീ, ഞാൻ പറഞ്ഞ അനുസരിക്കുന്നോ അതോ ഇവൻ പറഞ്ഞ അനുസരിക്കുന്നോ എനിക്ക് ഇപ്പൊ അറിയണം. പോയി ജ്യൂസ് കൊണ്ടുവാടി. പോയി ബൂസ്റ്റ് എടുത്തോണ്ട് പോയി ജ്യൂസ് കൊണ്ടുവാടി. ബൂസ്റ്റ് എടുത്തോണ്ട് വാടി. പോയി ജ്യൂസ് കൊണ്ടുവാടി. എന്തോന്നാ ഇത്? നേരെ വെളുത്തപ്പ തൊട്ട് ഒരു പെങ്കൊച്ചിനെ കൊണ്ടുള്ള ജോലി ഇല്ലേ ജയിക്കുന്നോ? കൊണ്ടുപോടുന്ന മോൾ ഈ ജോലിയൊന്നും ചെയ്യണ്ട. ഇനി പോരും. വാ. എന്റെ ഈ കാലിന് ഭയങ്കര വേദന. ഒന്ന് തടയി തരുമോ? അവിടെ ഇരിക്കേ. ആ അതെ, ഇവിടെ അവിടെ തന്നെ. ഓ, ഒന്ന് അമർക്ക് തടവടി കൊച്ചേ. ജ്യൂസ് മേശപ്പുറത്ത് വെക്കേ. வக்கீல் சார் கூப்பிடுறாரு. கூப்பா? வக்கீல் சார் கூப்பிடுறாரு. கூப்பிடு. வக்கீல் சார் கவுன் இடாருல்லே. அடச்சி, சூத்த சோம்பேறி பசங்களா. கூப்பிடுறது என்ன தெரியல, சாப்பிடுறது என்ன தெரியுதா? தெரியா சாப்பாடுற மக்களா. வாயாக்கிட வாயாக்கிட்ட. വക്കീലിന് ഒരു പണിയില്ല. ടേസ്റ്റ് വക്കീല് വേട്ടയ്ക്ക് വിളിച്ചതാണോ? ഞങ്ങൾ ഇത്തരം ചീപ്പ് പരിപാടികൾക്ക് പോകാറില്ല. ആ ചട്ടി എടുക്ക. ആ ചട്ടി എടുക്കാൻ. ഞാൻ വാരിക്കുഴി അശോകന്റെ അളിയനാണ് പെരുവഴി. ആരായാലും ചട്ടി എടുക്കൂ. താനാ കാർ കഴുക. ഞാൻ അശോകന്റെ മൂത്ത അളിയനാ. സത്യഭാമയുടെ തനിക്ക് ബൂസ്റ്റ് വേണം. എനിക്ക് ബദാം ജ്യൂസാ. എനിക്കാണ് ബൂസ്റ്റ്. ആദ്യം മേലണെങ്കിൽ പണിയെടുക്കാൻ പഠിക്കണോ? മുടിഞ്ഞ ഏർപ്പാടായി പോയി. എന്താ പറഞ്ഞേ? ഇവിടെ പറഞ്ഞ എടുക്കടാ ചട്ടി. ബൂസ്റ്റ് വേണം അല്ലേ? പണിയെടുക്കണോ? അതല്ല ഇത്. വക്കീൽ സാർ, ഒരു സംശയം ചോദിച്ചോട്ടെ? വാസ്തവത്തിൽ ഇത് പൊട്ടുന്ന തോക്കാണോ? വാസ്തവത്തിൽ പൊട്ടുന്ന തോക്കാണോ? പൊട്ടി പൊട്ടി. വക്കീലേ, പെരുവഴി ലാലിച്ചൻ തോക്കിനും ലാത്തിക്കും തോറ്റിട്ടില്ല. നീ ഇറങ്ങി വേണം. ഇറങ്ങി വാടോ കീലേ. ഇറങ്ങി വാടോ. വരണ്ട. എന്താണ് ഇവിടെ? വക്കീല് 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 പ്രത്യക്ഷപ്പെട്ടത്. നാട്ടില് ചങ്കും കരള് പോലെ കഴിഞ്ഞിട്ട് ഞങ്ങളെ തമ്മിലടിപ്പിക്കാനാണ് ഇവിടെ കൊണ്ടുവന്നത്. കേസില്ലാത്ത താനെന്തിനാ മേളിൽ കയറി നിൽക്കുക? ഈ താഴോട്ട് ഇറങ്ങി വാടോ. വാടോ വിളി കേട്ട. അതാ വക്കീല് വരുന്നത്. அண்ணே போட்டுக்கிட்டு வந்து கலாட்டாவா பண்றீங்க? போக வெளியில ചോദിക്കാം. പോടാ നീർക്കോലി. மரபாக்கி. നല്ല മലയാളിയാണോ? എന്നിട്ടാണോ ഇത്രയും നാള് തമിഴ് പറഞ്ഞ് ഞങ്ങളെ പേടിപ്പിച്ചത്? താനാണല്ലേ ഇവിടുത്തെ മെയിൻ സ്വിച്ച്. ഞങ്ങളെ തമ്മിൽ പിരിക്കാൻ എന്താ ഒരു കാലത്ത് നോക്കണ്ട. ലോകത്തിലെ ഒരു ശക്തിക്ക് ഞങ്ങളെ പിരിക്കാൻ സാധ്യമല്ല. അയ്യോ പോയി പകരം ചോദിക്കും. എടോ പീറ വക്കീലേ, ഞങ്ങൾ അളിയന്മാര് നാട്ടിൽ സുഖമായിട്ട് കഴിയുന്ന കണ്ടപ്പോ തനിക്ക് സൂചിച്ചില്ലല്ലേ? അശോക പോയടാ. നീ നാട്ടിൽ ഞങ്ങളെ കൊണ്ടൊരു മുട്ടുചൂചി പോലും കുഴിഞ്ഞെടുക്കാൻ സമ്മതിച്ചിട്ടുണ്ടോ? ഈ പകൽ തോക്കു ചൂണ്ടി ഞങ്ങളെ കൊണ്ട് അടിമപ്പണി ചെയ്യിച്ചു റാസ്കൽ. ഞങ്ങൾ ഇതേവരെ ദേഹമനങ്ങി പണി ചെയ്ത് ശീലിച്ചിട്ടില്ല. ഇവരെ പിടിച്ച് ഗേറ്റിന് വെള്ളം വാങ്ങി വെച്ചേരെ മഞ്ഞപ്പക്കി. ഇത് ഞങ്ങളുടെ അശോകരളി എന്റെ വീടാ. എന്താ ഓടാതെണ്ടി പ്രത്യക്ഷപ്പെട്ടു. അടുത്ത വേഷം പ്രത്യക്ഷപ്പെട്ടു. സ്വർണ്ണത്തള്ള. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ സ്ത്രീധനം വേണ്ടാന്ന്. അവിടെ താമസിക്കാതിരുന്നില്ലേ? ഇനി പറഞ്ഞിട്ട് എന്താ കാര്യം? അതിലും ഭേദമാ ചക്കാട്ടുന്നു. എന്റെ നട്ടു കുടിഞ്ഞു. സാധനം നിങ്ങൾക്കുണ്ടോ? കുടിച്ചിട്ട് തെറി വിളിക്കുമ്പോ ആലോചിക്കണമായിരുന്നു. ലേശം കുടിച്ചാൽ തെറി പറയാൻ പറ്റുമെന്ന് അനിയനല്ലേ പറഞ്ഞത്? ഇതിനൊക്കെ മാറി വക്കീലാണ് കാരണം. എന്റെ കർത്താവേ പൊള്ളി. എന്റെ സുമി, നീ ആ രാജവല്ലിയെ സൂചിപ്പിച്ച് കയ്യിലെടുത്തിരുന്നെങ്കിൽ എനിക്ക് ഈ ഗതി വരില്ലായിരുന്നു. നിങ്ങള് രാത്രി കള്ളും കുടിച്ചിട്ട് വന്ന് സാഹിത്യം പറയുമ്പോ ഓർക്കണായിരുന്നു. ചങ്കിക്കുത്തുന്ന വർത്തമാനം പറയാതെ സുമി. അന്നേരത്തെ ആവേശത്തിന് ഞാനൊരു പ്രതികാര കുതുകിയായി പോയി.
ചക്കാട്ടേണ്ടി വരുമെന്ന് വിചാരിച്ചില്ല. നീ ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. ഞാനിപ്പോ എന്ത് ചെയ്യണമെന്നാ നിങ്ങൾ ഈ പറയുന്നത്? മൈലാഞ്ചി പുരട്ടാറിയോ? ഓ, ഇനി ഈ ശരീരത്ത് മൈലാഞ്ചി പുരട്ടാത്തിന്റെ കുറവേ ഉള്ളൂ. എനിക്കല്ല, പിന്നെ കുഴി പോയ കുഴിതാഹോളം നിന്റെ അമ്മൂമ്മയ്ക്ക്. ദേ എന്റെ അമ്മയ്ക്ക്. എടി മരക്കഴുതേ, ഇവിടെ മൈലാഞ്ചി അരച്ച് പുരട്ടുന്ന ആരാ? രാജവല്ലി. അവരങ്ങനൊക്കെ പറയും. ഈ കണ്ണി കണ്ട ക്രീമൊക്കെ തേച്ച് ശരീരം ചീത്തയാക്കണ്ട. ഞാൻ പറയുന്നത് കേക്ക്. ഈ ചന്ദനവും മഞ്ഞളും കൂടെ ദേഹത്തങ്ങോട്ട് തേച്ച് കുളിച്ചാലുണ്ടല്ലോ, മോഹമൊക്കെ നല്ല ചൊമാന്ന് വരും. പണ്ടത്തെ ആൾക്കാരുടെ സൗന്ദര്യത്തിന്റെ രഹസ്യം അതല്ലേ. ആഹാ, ഇവിടെ വന്നിരിക്കായിരുന്നല്ലേ. ഞാൻ ഈ മൈലാഞ്ചിയായിട്ട് എവിടെയൊക്കെ തിരക്കി നടക്കായിരുന്നു. നിങ്ങൾ എഴുതിട്ട് വന്നേ. എന്തിനാ നാത്തൂനെ അന്വേഷിക്കുന്നത് എന്തിനാണെന്ന് മോക്കറിയാ അല്ലേ മോളെ? അയ്യടാ, ഒരു നാത്തൂൻ. എന്താ ഇഷ്ടപ്പെട്ടില്ലേ? ഓ, ഇഷ്ടപ്പെട്ടു. മോൾ ഇതൊന്നും കാര്യമാക്കണ്ട. അയ്യോ വേണ്ടെന്ന്. ഞാൻ ഇട്ടേരാം മോളെ. ആ കൊച്ചിന്റെ ശരീരത്തിലുള്ള മൈലാഞ്ചി ഒക്കെ ഇട്ട് ചീത്തയാക്കണ്ട. കൊണ്ടുപോടിയോട് കൊണ്ടുപോകാൻ വേണ്ടെന്ന് പറഞ്ഞില്ലേ? ശല്യമായല്ലോ. ചെല്ല് മൈലാഞ്ചി കൊണ്ട് നാത്തൂനെ സേവിക്കാൻ. നീ ചെല്ല്.